വൈദിക വിധിപ്രകാരമോ താന്ത്രിക വിധിപ്രകാരമോ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ദേവി പരാശക്തിയെ ആരാധിക്കാൻ നിയമങ്ങളുടെ ആവശ്യമില്ല. വായു പൊല്യൂഷൻ തടയുവാനായിട്ടും അത് ശുദ്ധീകരിക്കാനുമായിട്ടാണ് ഭഗവാൻ ഹനുമാന് പ്രത്യേകമായ, ഇപ്പോൾ വായുപുത്രനായ ആഞ്ജനേയൻ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ബലത്തിൻ്റെ പ്രതീകമാണ്, കാര്യസിദ്ധിയുടെയും ബലത്തിൻ്റെയും പ്രതീകമാണ്. ഈ 42 ഡിഗ്രി ചൂടുള്ള ഈ കാലഘട്ടത്തിലും ഇത്രയധികം ഹോമാദി കർമ്മങ്ങൾ ഇവിടെ നടക്കണമെങ്കിൽ അത് പരിപൂർണമായ ദേവാനുഗ്രഹം കൊണ്ട് മാത്രമേ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. അതോടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചടങ്ങുകൾ തീരും. വൈകുന്നേരം മഹാദീപാരാധനയോട് കൂടിയിട്ട് ഇത് തീരും. പിന്നെ നാളെ 2, 3, 4 അധ്യായങ്ങളിലേക്കാണ് പ്രവേശിക്കുക. അത് 3-ാം ദിവസം ബാക്കിയുള്ള അധ്യായങ്ങൾ ആഹുതി ചെയ്ത് മഹാസുദർശന ദേവനെ ആവാഹിച്ച് സുദർശന മഹാഹോമം നടത്തി, തുടർന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗങ്ങളും മറ്റും ഉണ്ടാകുന്നത് വായുവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വാതം, പിത്തം, കഫം എന്ന കണക്കിൽ എയറാണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ. ഒരുപക്ഷെ നമുക്ക് മോട്ടോർ വാഹനങ്ങൾ കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം മോട്ടോർ വാഹനങ്ങൾ ഇല്ലെങ്കിൽ ആംബുലൻസിൽ ആശുപത്രി എത്താൻ സാധ്യമല്ല. അതുകൊണ്ട് വായു പൊല്യൂഷൻ തടയുവാനായിട്ടും അത് ശുദ്ധീകരിക്കാനുമായിട്ടാണ് ഭഗവാൻ ഹനുമാന് പ്രത്യേകമായ ഹോമമുള്ളത്. അപ്പോൾ വായുപുത്രനായ ആഞ്ജനേയൻ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ബലത്തിൻ്റെ പ്രതീകമാണ്, കാര്യസിദ്ധിയുടെയും ബലത്തിൻ്റെയും പ്രതീകമാണ്. ആഞ്ജനേയ ഹോമത്തോടു കൂടിയിട്ടാണ് ഇത് പൂർത്തീകരിക്കുക. 14-ാം തീയതിയാണ് ഇത് പൂർത്തീകരിക്കുക. അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അനേകം ആചാര്യന്മാർ ഇവിടെ എന്നും വന്നു പോകാറുണ്ട്. അതിൽ ഇവിടുത്തെ ശ്രീ ഭദ്രകാളി കൽപ്പിക്കുന്ന ആചാര്യന്മാരെ കർമ്മങ്ങളിൽ ഇടപെടാറുള്ളത്. അത് ഒരു പ്രത്യേകമായ ഒരു സൗഭാഗ്യമാണ്. ഈ 42 ഡിഗ്രി ചൂടുള്ള ഈ കാലഘട്ടത്തിലും ഇത്രയധികം ഹോമാദി കർമ്മങ്ങൾ ഇവിടെ നടക്കണമെങ്കിൽ അത് പരിപൂർണമായ ദേവാനുഗ്രഹം കൊണ്ട് മാത്രമേ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ഭദ്രകാളി ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഭദ്രകാളിയെ ആരാധിക്കുന്ന ഭക്തർ, അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ അമ്മയെ ആരാധിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, അത് പ്രത്യേകിച്ച് വൈദിക വിധിപ്രകാരമോ താന്ത്രിക വിധിപ്രകാരമോ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ദേവി പരാശക്തിയെ ആരാധിക്കാൻ നിയമങ്ങളുടെ ആവശ്യമില്ല. പുരുഷന്മാർക്ക് അല്ലെങ്കിൽ സാധകന്മാർക്ക്, ബ്രഹ്മചാരികൾക്ക്, സന്യാസിമാർക്ക്, ശ്രീവിദ്യ ഉപാസകന്മാർക്ക്, ഇവർക്കൊക്കെയാണ് പ്രത്യേകമായ വ്യത്യസ്ത തരത്തിലുള്ള നിയമാവലികളുണ്ടാവുന്നത്. മറിച്ച് പെൺകുട്ടികൾക്കോ പ്രകൃതിയുടെ സ്വരൂപിണികളായിട്ടുള്ളതായ അമ്മമാർക്കോ സുമംഗലികൾക്കോ ഒക്കെ അവരുടെ മനസ്സിൻ്റെ ഇച്ഛപ്രകാരം അവരുടെ കഴിവിനനുസരിച്ചിട്ട് അവരേത് സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അവിടുത്തെ സാഹചര്യം കൂടി നോക്കിയിട്ട് കണ്ണടച്ച് അമ്മേ എന്ന് പറഞ്ഞൊരു പുഷ്പം ഇട്ടാൽ അത് ബലിക്കും എന്നാണ് പറയുന്നത്. മറിച്ച് തിരുമേനിമാർക്കും അല്ലെങ്കിൽ അതുമായി പഠിച്ച് നടത്തുന്നതായ ഉപാസകന്മാർക്കെല്ലാം അതിൻ്റെ ക്രമം, വിധികൾ, അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ഉപാസന രീതികൾ, അതിൻ്റെ ന്യാസങ്ങൾ, ഇത്രയൊക്കെ ചെയ്തിട്ട് വേണം ഒരു ദേവതയെ അവിടെ സാന്നിധ്യം ചെയ്യിക്കുവാൻ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ശ്രീ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ബലത്തിൻ്റെയും പ്രതീകമാണ്. ആയുസ്, ആരോഗ്യം, ബലം, ഇത് മൂന്നും ഭദ്രമാക്കുന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ സമയദേവതയാണ് കാളി എന്ന് പറയുക. കാലം എന്നതിനെ സ്ത്രീവൽക്കരിക്കുമ്പോഴാണ് കാലിയാകുന്നത്. കാലി എന്നതിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ല എന്നത് ല ആയിത്തീരുന്നതുകൊണ്ടാണ് കാളിയാവുന്നത്. ഇപ്പോൾ ജീവിതത്തെ ഭദ്രമാക്കുന്ന പരാശക്തിയായ ഉലകനായകിയെ, 14 ലോകങ്ങളുടെയും ഊർജ്ജശക്തിയെയാണ് ശ്രീ ഭദ്രകാളി എന്ന പേരിൽ നമ്മൾ ആരാധിക്കുന്നത്. ഇപ്പോൾ ഭദ്രകാളി അമ്മയെ കുറിച്ച് പറഞ്ഞതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ കൃഷ്ണ ഭഗവാന്റെ ആരാധനയോട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിലും കൃഷ്ണഭക്തർ വളരെ അധികമാണ്. ഇപ്പോൾ ഗുരുവായൂർക്ക് നമ്മൾ ചെന്ന് കാണാവുന്നതാണ്. ഒരുപാട് കൃഷ്ണനെ ആരാധിക്കുന്നതാണെങ്കിലും അമ്മയെ ആരാധിക്കുന്നവരാണെങ്കിലും അങ്ങനെ ഏത് ഭക്തരാണെങ്കിലും അവരുടെ അടുത്ത് ഇപ്പോൾ പൊതുവെ സ്വാമിക്ക് എന്തായാലും പറയാനുണ്ടാവുക, ഒരു അവയർനെസ് പോലെ അവർ എങ്ങനെ എന്തായിരിക്കണം അവരുടെ മനസ്സിൻ്റെ ശുദ്ധി എങ്ങനെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു അവയർനെസ് പോലെ പറയാനായിട്ട് എന്താ ഉണ്ടാവുക? ജിയോ ഓർ ജീനേദോ എന്ന വാക്ക് പ്രകാരം എല്ലാ ജീവരാശികൾക്കും ഈ ഭൂമിയിൽ അവരവരുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ജീവിക്കേണ്ടതാണ്. മറ്റൊരാൾക്കും ഡിസ്റ്റർബ് ഇല്ലാതെ
നമ്മളും ഡിസ്റ്റർബ് ആകാതെ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ച് തൻ്റെ മനുഷ്യ ആയുസ് ലഭിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്ന് മാത്രമേ പറയാനൂ. അമ്മയ്ക്ക് എന്താണ് ഒതുങ്ങി വരാൻ പോകുന്നത് ഇവിടെ വന്നിട്ടുള്ള? ഇവിടെ ഈ എറണാകുളത്തുനിന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നു. അന്നേരം പുള്ളിക്കാരനും നടക്കാൻ വയ്യ. നടക്കാൻ വന്ന പോലെ കാലിനൊക്കെ നീരും ഞരമ്പൊക്കെ വലിച്ചു പോയിട്ട് പുള്ളി ഒരിടത്ത് പോയാലും പുള്ളിക്ക് വിശ്വാസം ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ പുള്ളിക്ക് വിശ്വാസമായി. രണ്ടാമത് അവർ വന്ന് അവർ ഇത് ചെയ്തപ്പോൾ പുള്ളി ഇവിടെ നല്ല സന്തോഷിച്ച് നടന്ന് ഒക്കെയാണ് പോയത്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. കാരണം ഭക്തർ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അതിൽ നല്ലപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഭക്തരെയും ആര് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ എല്ലാവരുടെ കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പം ജാതിമത ഭേദമില്ലാതെ കണ്ട് ഇപ്പം ധനവും കൊണ്ട് മാത്രമേ വരാവുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഭഗവതിക്ക് ഒരു പൂവാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഒരു പൂവാണ് കൊണ്ട് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ എനിക്ക് എല്ലാ മക്കളക്കലും പറയാനായിട്ടുള്ളൂ. അതിനെ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ക്ഷേത്രത്തിൽ വീഡിയോ ചെയ്തപ്പോഴാണെങ്കിലും നമ്മളെല്ലാ ഭക്തരോടും പറയുന്നുണ്ടായി, നിങ്ങൾ ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയായിരിക്കും നിങ്ങളെ നല്ലതായിട്ട് എത്തിക്കുക. അത് തന്നെയാണ് ഇപ്പോൾ സ്വാമിയാണെങ്കിലും അമ്മയാണെങ്കിലും എടുത്ത് പറയുന്നുണ്ടായത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭക്തരുടെ അടുത്താണെങ്കിലും വന്നിട്ടുള്ള ഭക്തരുടെ അടുത്താണെങ്കിലും പറയുന്നത് ഇനിയും വലിയ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വന്ന് പങ്കുചേരുക നിങ്ങളുടെ കിട്ടില്ല, എനിക്ക് കിട്ടുമോ? ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ടുള്ള ഭക്തരാണെങ്കിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭക്തരുടെ അടുത്താണെങ്കിലും പറയാനുള്ള കാര്യം വെച്ചാൽ ഇനി ഇവിടെ മഹത്തായ പല കർമ്മങ്ങളും ഇപ്പോൾ ചണ്ഡികാഹോമം പോലെ തന്നെ മഹത്തായ പല കർമ്മങ്ങളും ആരാധനകളും നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വന്ന് പങ്കുചേരുക. കാരണം അതുവഴി ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ അല്ലെങ്കിൽ ശാപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടകാലങ്ങളോ അല്ലെങ്കിൽ രോഗശാന്തി അങ്ങനെ എന്തെങ്കിലും ദുരിതങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു ഇടയാവട്ടെ. അങ്ങനെ ഇടയായിട്ടുള്ള ഒരുപാട് ഭക്തർ നമുക്ക് കേട്ടും കണ്ടും അറിവിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഭക്തർക്കും ആ അനുഭവം ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ വീഡിയോസ് ആണെങ്കിലും ഇവിടെ പുണ്യക്ഷേത്രങ്ങൾ വന്ന് സന്ദർശിക്കേണ്ടായത്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അമ്മയും സ്വാമിജിയും നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഭക്തർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമസ്കാരം സ്വാമി.